ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 20-ാം വാരം ഓഗസ്റ്റ് 18-ാം തീയതി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 19 വാക്യങ്ങൾ 16 മുതൽ 22 വരെ. നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു ധനികനായ വ്യക്തിയുടെ ജീവിതമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ട് ഒടുവിൽ അവൻ ദുഃഖിതനായി കടന്നുപോയി എന്നാണ് സുവിശേഷ ഭാഗം പ്രതിപാദിക്കുന്നത്. കാരണം അവന് ഒരുപാട് ധനം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതത്വം നൽകുമെന്ന് നാം മനസ്സിലാക്കി സ്വന്തമാക്കിയിട്ടുള്ളത് ദൈവത്തിന് സമർപ്പിക്കുവാൻ മനസ്സ് വരുന്നില്ല എങ്കിൽ നാം സ്വന്തമാക്കിയത് തന്നെ നമ്മെ അടിമയാക്കും. ഒരുപക്ഷെ ബന്ധങ്ങളാകാം, വസ്തുക്കളാകാം. അങ്ങനെ സ്വയം അടിമയാകുന്നവരോട് 1-ാം പ്രമാണം ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: നിബന്ധനകളില്ലാതെ ദൈവത്തിന് മുൻഗണന നൽകണമെന്ന്. ധനികനായ യുവാവിൻ്റെ ജീവിതത്തിൽ നാം ഇത് വ്യക്തമായി കാണുന്നുണ്ട്. നിത്യജീവൻ തേടിയുള്ള യാത്രയിൽ അവനെ അടിമയാക്കിക്കൊണ്ടിരുന്ന സമ്പത്തിനെ അവൻ ഒഴിവാക്കാൻ ആഗ്രഹിച്ചില്ല. അവൻ വസ്തുക്കളെ മനുഷ്യരെക്കാൾ അധികമായി സ്നേഹിച്ചു. അതിനാൽ തൻ്റെ ബന്ധനം വിടുവിക്കാനാവാതെ അവൻ ദുഃഖത്തോടെ പിന്മാറുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവന് വേണ്ടത് വിശാല ഹൃദയവും അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാനുള്ള മനസ്സുമാണ്. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: ദൈവത്തിനു വേണ്ടി ഒരു മനോഹരമായ കാര്യം ചെയ്യുക, അത് നിങ്ങളുടെ ജീവിതത്തോടു കൂടി ചെയ്യുക. ഓരോ ദിവസവും ചെയ്യുക. നിങ്ങളുടെ സ്വന്തം രീതിയിൽ ചെയ്യുക, പക്ഷേ ചെയ്യാതിരിക്കരുത്. സമ്പത്തിനോടും മറ്റു വസ്തുക്കളോടുമുള്ള ആസക്തിയിൽ നിന്ന് സൗഖ്യം യേശുക്രിസ്തുവിൽ നിന്നാണ് ലഭിക്കുന്നത്. യേശുക്രിസ്തു സ്വയം ദരിദ്രനായി ജീവിച്ച് സ്വയം ശൂന്യനായി സ്വജീവിതത്തിൽ ദൈവസ്നേഹത്താലും ശക്തിയാലും നിറച്ചു. യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൗർബല്യങ്ങൾ ദുരന്തമല്ല എന്നും നേരെ മറിച്ച് യഥാർത്ഥ ശക്തനായവൻ ദൈവം മാത്രമാണെന്ന് തിരിച്ചറിയുവാനുള്ള സമയം കൂടിയാണ്. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ നാം ദൗർബല്യത്തിലേക്ക് ദൈവത്തിൻ്റെ രക്ഷ ക്ഷണിക്കുകയാണ്. നമ്മിൽ പലരും ധനവും സമ്പത്തും സന്തോഷം നൽകുന്നുവെന്ന് കരുതുന്നു. പക്ഷേ പലപ്പോഴും അത് ആശങ്കയുടെയും കലഹത്തിൻ്റെയും കാരണമായി മാറുന്നു. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം നമ്മെ ഇപ്രകാരം ഉപദേശിക്കുന്നു: ആർക്കെങ്കിലും ദുഃഖമുണ്ടോ അവർ പ്രാർത്ഥിക്കട്ടെ. ആർക്കെങ്കിലും ദുഃഖമുണ്ടോ അവർ പ്രാർത്ഥിക്കട്ടെ. ആർക്കെങ്കിലും ക്ലേശമുണ്ടോ അവർ പ്രാർത്ഥിക്കട്ടെ. ആർക്കെങ്കിലും ദൗർഭാഗ്യമുണ്ടോ അവർ പ്രാർത്ഥിക്കട്ടെ. ആമേൻ.